നമസ്കാരം. കണ്ണൂർ ADM നവീൻ ബാബു മരണപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ എന്തുകൊണ്ട് പ്രശാന്തനെ അല്ലെങ്കിൽ പ്രശാന്തിനെ അദ്ദേഹം ഒന്നിൽ തന്നെ ആ കുറ്റപത്രത്തിലോ കേസ് ഡയറിയിലോ പ്രശാന്തിൻ്റെ പേര് എന്തുകൊണ്ട് വന്നില്ല? ഈ TV പ്രശാന്തൻ എന്ന വ്യക്തി, ഈ പ്രശാന്തൻ എന്ന വ്യക്തി തന്നെയാണ് ഈ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ ജില്ലയിലെ രണ്ടാമത് കളക്ടറേറ്റിലെ രണ്ടാമത് നിൽക്കുന്ന ADM നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദി പ്രശാന്ത് തന്നെയാണ്. പ്രശാന്ത് ഈ ചിത്രത്തിൽ പ്രശാന്തിനെ എന്തുകൊണ്ട് ഈ കുറ്റപത്രത്തിലോ അല്ലെങ്കിൽ ഈ ഉണ്ടായ വിഷയത്തിൽ പ്രശാന്തിന് വേണ്ടിയാണ് PP ദിവ്യ അദ്ദേഹത്തിനെ യാത്ര അയക്കുന്ന ചടങ്ങിൽ അത്തരത്തിൽ അദ്ദേഹത്തിന് വളരെ മാനസികമായി തളർത്തുന്ന രീതിയിൽ സംസാരിച്ചത്. പ്രശാന്തിൻ്റെ പെട്രോൾ പമ്പിന് അനുവാദം കൊടുത്തില്ല. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകവുമൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ പൊക്കി അങ്ങ് സംസാരിച്ചുകൊണ്ട് PP ദിവ്യ ക്ഷണിക്കാത്ത സദസ്സിൽ വന്ന് അദ്ദേഹത്തെ ഇത്രയും മാനസികമായി തളർത്തിയെങ്കിൽ അത് പ്രശാന്തിൻ്റെ കാര്യത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം പറയേണ്ടി വരും. പ്രശാന്തിനെ എന്തുകൊണ്ട് ഈ കേസിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നു വെച്ചാൽ പ്രശാന്തിന് AKG സെന്ററിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും കോഴിക്കോട് നിന്നുള്ള മറ്റൊരു പ്രമുഖനായ മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖനായ ഒരു മന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരു വ്യക്തിയും പ്രശാന്തന് ബന്ധുബലമുണ്ട്. പ്രശാന്തന്റെ ബന്ധുബലമാണ് ഈ കേസിൽ പ്രശാന്തന്റെ പേര് ഈ കേസ് ഡയറിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് എന്നുള്ള കഥകൾ വളരെ നാളുകൾക്ക് മുമ്പേ പുറത്തു വന്നതാണ്. എന്നാൽ ഈ ഒരു രഹസ്യം പ്രശാന്തന്റെ പേര് PP ദിവ്യയിൽ മാത്രം ഈ കേസ് ഒതുക്കി നിർത്തിക്കൊണ്ട് പ്രശാന്തന്റെ പേര് ഇതിൽ നിന്ന് കേസിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടത് AKG സെന്ററിലാണ്. പ്രശാന്തൻ അദ്ദേഹം മരിക്കുന്ന ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നിൽ നിന്ന് കൈക്കൂലി വാങ്ങാൻ തൻ്റെ ഒരു കാര്യത്തിന് താൻ ചെന്നപ്പോൾ തന്നോട് നവീൻ ബാബു പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ള ലെറ്റർ തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തതിൽ അവിടെ മുതൽ അദ്ദേഹം പരാജയമായിരുന്നു. ആ ലെറ്റർ തയ്യാറാക്കിയത് AKG സെന്ററിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു തന്നെയാണ് ഈ കത്ത് തയ്യാറാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ബന്ധു മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്, മറ്റൊരു കോഴിക്കോടത്തെ പ്രമുഖനായ ഒരു മന്ത്രിയുടെ ഓഫീസിലുണ്ട്. ഇതെല്ലാം തന്നെ പ്രമുഖ മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർക്കറിയാം. ആ ഒരു വാർത്ത കൊടുക്കാതിരിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശം നൽകിയത് ഈ അടുത്തിടയ്ക്ക് മാധ്യമപ്രവർത്തനം നിർത്തി മാധ്യമമേഖല വിട്ട് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. ആയതുകൊണ്ട് തന്നെയാണ് PP ദിവ്യയിൽ ഈ കേസ് ഒതുങ്ങി നിൽക്കുമ്പോഴും പ്രശാന്തൻ ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത്. എന്തുകൊണ്ട് പ്രശാന്തൻ കുറ്റക്കാരല്ല എന്ന് SIT എഴുതി എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പോലെ വളപട്ടണത്തെ ഒരു വൻ മോഷണം നടക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പുള്ള വിരലടയാളം വെച്ച് കള്ളനെ പിടിച്ച കണ്ണൂർ പോലീസ് എന്തുമാത്രം CCTV ദൃശ്യങ്ങൾ എടുത്തു. ഈ കേസിൽ എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന PP ദിവ്യയുടെയും പ്രശാന്തന്റെയും കളക്ടർ അരുൺ കെ വിജയന്റെയും മരണപ്പെട്ട ഈ നവീൻ ബാബുവിൻ്റെയും ഒക്കെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ശേഖരിച്ചില്ല? അതായത് നമുക്കിവിടെ ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. SIT എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘത്തെ ഉണ്ടാക്കുന്നു. ഈ സംഘത്തിൽ ഒരു DYSP പോലും ഇല്ലല്ലോ. ഒരു DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ അരുൺ കെ വിജയനെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു നിർത്താം. പ്രശാന്തനെ സംരക്ഷിക്കുന്നത് ഗവൺമെന്റ് ആണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. AKG സെന്ററിൽ നിന്നാണ്, ഒരു കോഴിക്കോട്ടത്തെ ഒരു പ്രമുഖ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. പ്രശാന്തനെ കുറ്റക്കാരനാക്കരുത്, ഇങ്ങനെയായിരിക്കണം കുറ്റപത്രം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു വെച്ച് ചെയ്തതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. പ്രശാന്തൻ ആള് ചില്ലറക്കാരനല്ല എന്ന് തുടക്കം മുതൽ ഈ കാര്യത്തിൽ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയിൽ വന്നതാണ്. പ്രശാന്തന്റെ വിഷയത്തിൽ പ്രശാന്തന്റെ പേരിലുള്ള അലിഗേഷൻ ആദ്യത്തെ ദിവസത്തെ കത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി എന്ന് പറയുന്ന ആ കത്ത് നൽകി എന്ന് പറയുന്ന അവിടെ മുതൽ ഈ പ്രശാന്തന്റെ കള്ളത്തരങ്ങൾ ഒരാൾക്ക് 2 തരത്തിൽ ഒപ്പുണ്ട് എന്ന് പറഞ്ഞു. പ്രശാന്തൻ പറഞ്ഞ സകല കള്ളവും പൊളിഞ്ഞതാണ്. അപ്പോൾ പ്രശാന്തൻ ചിത്രത്തിൽ വരരുതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, പ്രമുഖനായ മറ്റൊരു കോഴിക്കോട് എന്നുള്ള മന്ത്രിയുടെ ഓഫീസിൽ, AKG സെന്ററിൽ ഉള്ളവർക്കൊക്കെ തന്നെ അവരുടെ ആവശ്യമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിലെ സംസ്ഥാന ഘടകത്തിലെ 5 പേരുടെയെങ്കിലും ബിസിനസ്സിലെ ബിനാമിയാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി.
അപ്പോൾ പ്രശാന്തനെ ഹൈക്കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൽ വെറുതെ ബ്ലെയിം ചെയ്തതാണെന്ന് നാണമില്ലാതെയാണ് ഈ SIT സംഘം എഴുതി കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുന്നിൽ നാം കാണുന്ന SIT എന്ന അന്വേഷണ സംഘത്തിൻ്റെ കള്ളത്തിട്ടൂരം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും നാളെ ഈ സമയമാകുമ്പോൾ ഈ കേസിൽ എന്തായിരിക്കും മേൽ നടപടികൾ എന്ന് കോടതി പറയും എന്ന് തന്നെ നമുക്ക് കരുതാം. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.